കരള് പകുത്ത് കൽബ് കൊടുത്ത് കനിവൊഴുകും നബി തീരം. കരള് പകുത്ത് കൽബ് കൊടുത്ത് കനിവൊഴുകും നബി തീരം. സ്നേഹ സൗഭഗസാര പൂരിത സാര സപ്പൂവോരം. സ്നേഹ സൗഭഗസാര പൂരിത സാര സപ്പൂവോരം. മഹിളകളിൽ ഗുണമേറും മാതൃക മഹിമയും ആവൈകൾ ശോഭിത. മഹിളകളിൽ ഗുണമേറും മാതൃക മഹിമയും ആവൈകൾ ശോഭിത. മുത്ത് റസൂലിൻ്റെ പൂവി പത്തര മാറ്റൊളിവാലേറി. മുത്ത് റസൂലിൻ്റെ പൂവി പത്തര മാറ്റൊളിവാലേറി. കുഴലിൽ അനുപമ കരുതലിൻ കവചമ പത്നി ഖദീജ ബീവി. കുഴലിൽ അനുപമ കരുതലിൻ കവചം പത്നി ഖദീജ ബീവി. കരള് പകുത്ത് കൽബ് കൊടുത്ത് കനിവൊഴുകും നബി തീരം. കരള് പകുത്ത് കൽബ് കൊടുത്ത് കനിവൊഴുകും നബി തീരം. മഹിമ പൊലിമ മഹിമ പൊലിമ എളിമ ഒരുമ മധുരിമ മദനീയം ചരിതങ്ങൾ വിരത്തിടും ഇശലയകേ. ആരാമത്തിൻ സുഗന്ധം ആരും വായ്ത്തും ചന്തം. ആറ്റൽ നബിക്ക് മുഹബ്ബത്ത് ഏറ്റം കൊടുത്ത സൗജത്ത്. ആരാമത്തിൻ സുഗന്ധം ആരും വായ്ത്തും ചന്തം. ആറ്റൽ നബിക്ക് മുഹബ്ബത്ത് ഏറ്റം കൊടുത്ത സൗജത്ത്. ആ ആ സർവഗുണങ്ങളതൊക്കെയും ഒത്തൊരു ഹസനാ ജീവിതം. അഞ്ചിതം ശോഭിതം തേൻമൊഴികൾ എല്ലാം സമർപ്പിച്ചു ദീൻ വഴിയിൽ. തോഹിറ ഇസ്മാൽക്കാദിയുമേ തോഹ നബിക്കവർ സമ്മതമേ. തോഹിറ ഇസ്മാൽക്കാദിയുമേ തോഹ നബിക്കവർ സമ്മതമേ. കരള് പകുത്ത് കൽബ് കൊടുത്ത് കനിവൊഴുകും നബി തീരം. കരള് പകുത്ത് കൽബ് കൊടുത്ത് കനിവൊഴുകും നബി തീരം. പാരാവാരം പോലെ വേന്മായിടും നീളം സുന്ദര സഫല പ്രയാണങ്ങൾ സന്തത വിജയ പ്രമാണങ്ങൾ. പാരാവാരം പോലെ വേന്മായിടും നീളം സുന്ദര സഫല പ്രയാണങ്ങൾ സന്തത വിജയ പ്രമാണങ്ങൾ. ഏകവാസമാൽ ഇറയിലാകുമായി നേരം വഹിയുമായി എത്തി. ആകഭീതിയാൽ വന്ന് വിറയുമായി ബൈത്തുൽ ബി ഹളറത്തിൽ. സോന്തനമേകി പറഞ്ഞു സങ്കടമെപ്പോൾ മറഞ്ഞോ. സത്യമതത്തിനിറഞ്ഞോ മുത്ത് റസൂല് പുണർന്നു. തിരുജീവിത സരണി ദർശനം ഇരുലോക ജയത്തിൻ കാരണം. തിരുജീവിത സരണി ദർശനം ഇരുലോക ജയത്തിൻ കാരണം. സദയം സവിധം സഗുണം സുഹൃതം ബീവി ഖദീജ. കരള് പകുത്ത് കൽബ് കൊടുത്ത് കനിവൊഴുകും നബി തീരം. കരള് പകുത്ത് കൽബ് കൊടുത്ത് കനിവൊഴുകും നബി തീരം. സ്നേഹ സൗഭഗസാര പൂരിത സാര സപ്പൂവോരം. സ്നേഹ സൗഭഗസാര പൂരിത സാര സപ്പൂവോരം. മഹിളകളിൽ ഗുണമേറും മാതൃക മഹിമയും ആവൈകൾ ശോഭിത. മഹിളകളിൽ ഗുണമേറും മാതൃക മഹിമയും ആവൈകൾ ശോഭിത. മുത്ത് റസൂലിൻ്റെ പൂവി പത്തര മാറ്റൊളിവാലേറി. മുത്ത് റസൂലിൻ്റെ പൂവി പത്തര മാറ്റൊളിവാലേറി. കുഴലിൽ അനുപമ കരുതലിൻ കവചമ പത്നി ഖദീജ ബീവി. കുഴലിൽ അനുപമ കരുതലിൻ കവചമ പത്നി ഖദീജ ബീവി. കരള് പകുത്ത് കൽബ് കൊടുത്ത് കനിവൊഴുകും നബി തീരം.
കരള് പകുത്ത് കൽബ് കൊടുത്ത് കനിവൊഴുകും നബി തീരം. മഹിമ പൊലിമ മഹിമ പൊലിമ എളിമ ഒരുമ മധുരിമ മദനീയം ചരിതങ്ങൾ വിരുത്തിടും ഇശലയകേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളെ പൂങ്കുടിലാണേ. കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ, ഖൈറാം സ്വഹബോരുടെ ഇടപഴകൽ കണ്ടേ, അതു കേട്ടു സിദ്ദീഖിൻ വിളിയാളം യാ റസൂലേ. അതിർപ്പൂവാം ബിലാലിൻ സ്വരനാദം യാ റസൂലേ. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളെ പൂങ്കൊടിലാണേ. ഒരു നാരിനടയാളം തിരുമേനിയിൽ പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത്. ഒരു രാവിൽ പശിയാലെ തിരുനൂറരി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിൻ്റെ കൂടാണത്. ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീട, ഉടയാടയൊന്നും ഉടക്കാത്ത കൂടാ, ഇത്തിരി നരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വെതയ, ചിത്തിരി പൂമുഖം ചേർക്കാന പന വീടിന് കൊതിയ, ചിരിക്കുന്ന നബിയോരെ മയവെല്ലിൽ തെളിയുന്ന മുത്ത് പതിച്ചൊരു ചുവരാണ ഭാഗ്യക്കൂട്, മുത്ത് പതിച്ചൊരു ചുവരാണ ഭാഗ്യക്കൂട്. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളെ പൂങ്കൊടിലാണേ. പനിയായി റസൂലിൻ്റെ ചൂടേറ്റ ഗേഹം, മലക്കുൽ മൗത്തിൻ്റെ വരവ് കണ്ടപ്പോൾ കിടുങ്ങി വേഗം. പതിയെ പിടിക്കൻ റസൂലെന്ന നാദം മനസ്സിൽ പറഞ്ഞ് മലരമുത്തിനെ നോക്കി നേരം. ഉലയാത്ത ഉമറും ഉടയുന്ന കണ്ടു, ഉടലായ മകളും മുരുകുന്ന കണ്ടു, മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീട, മൊത്തത്തിൽ പട്ടിയ തോൽപാത്രമിൽ കഴിഞ്ഞൊരു കൂട, വിതുമ്പുന്ന നബിയോരെ തുളുമ്പുന്ന മൊയ്നെ, ഒപ്പിയെടുത്തൊരു ചുവരാണ സ്വർഗക്കൂട്, ഒപ്പിയെടുത്തൊരു ചുവരാണ സ്വർഗക്കൂട്. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളെ പൂങ്കൊടിലാണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم يا خير الناصرين نسألك بك أن تسلي وتسلم على عبدك وحبيبك سيدنا محمد صلاة تنصرنا بها بما نصرت به المرسلين وتحفظنا به بما حفظت به الذكر يا قوي يا متين برضا الله. أما بعد. സർവാദരണീയരായ ഉസ്താദുമാർ, ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, മറ്റു ശബ്ദം ശ്രവിക്കുന്ന ശബ്ദശ്രോതാക്കൾ, അക്രമവും അനീതിയും അലങ്കാരമായിക്കൊണ്ട്, വിവരമില്ലായ്മ അഹങ്കാരമായി കൊണ്ട് നടക്കുന്ന സമകാലിക കാലത്ത് ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെടുന്ന അല്ലെങ്കിൽ താഴെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കരുണ എന്നത്. അതിന് പ്രതീതമാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ
വ്യാപിച്ചു വരിക എന്നുള്ളത്. ഈയിടെ ഒരു പള്ളിയിലച്ഛൻ തൻ്റെ മതത്തിൻ്റെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അത്ഭുതകരമായി ഒരു കാര്യം, അദ്ദേഹത്തിന് അത്ഭുതകരമായി തോന്നിയ ഒരു കാര്യം പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ കാലയളവിൽ നിരവധി വൃദ്ധസദനങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പല മതക്കാരുണ്ടെങ്കിലും ഇസ്ലാമിക അടിസ്ഥാനത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ മുസ്ലിമീങ്ങളായ വ്യക്തികൾ വളരെ ചുരുക്കമായിരുന്നു. പലതിലും മുസ്ലിമീങ്ങളെ കാണാൻ തന്നെയില്ല എന്ന ഒരു വസ്തുത പങ്കുവെക്കുകയുണ്ടായി. നമുക്കറിയാം, മുഅ്മിനീങ്ങളായ നാം ഓരോരുത്തരെയും സംബന്ധിച്ച് നോക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തന്ന അവിടുത്തെ ജീവിതം മുറുകെ പിടിച്ച് ജീവിക്കുന്ന നമുക്ക് ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ അങ്ങനെ ഒഴിവാക്കാൻ കഴിയുകയില്ല. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നാം പകർത്തിയതിൻ്റെ സ്വാധീനം മറ്റുള്ളവരും വീക്ഷിക്കപ്പെടുന്നു എന്നതാണ്. ലോകപ്രശസ്ത എഴുത്തുകാരനായ അമേരിക്കക്കാരനായ സർ മൈക്കൽ ഹേർട്ട് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ലോകത്തെ സ്വാധീനിച്ച 100 വ്യക്തികൾ, 100 മഹത്തുക്കളായ വ്യക്തികളെ കുറിച്ച് പറയുകയുണ്ടായി. ആ 100 മഹത്തുക്കളായ വ്യക്തികളെ കുറിച്ച് ഒരു പുസ്തകം അച്ചടിക്കുകയും ഇന്ന് കേവലം അത് 15 ഭാഷകളിലപ്പുറം അച്ചടിക്കുകയും ചെയ്തു. അതിൽ 100 ആളുകളിൽ ഒന്നാമതായിക്കൊണ്ട് അദ്ദേഹം കൊടുത്തത് ദ പ്രോഫറ്റ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. ഇതിന് വിശദീകരണമായി ഡോക്ടർ ഗാസ്താവ് വെയിൽ എന്ന ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്, ദ പ്രോഫറ്റ് മുഹമ്മദ് വാസ് ഷൈനിങ് എക്സാമ്പിൾ ടു ഹിസ് പീപ്പിൾ. ഹിസ് ക്യാരക്ടർ വാസ് പ്യുവർ ആൻഡ് സ്റ്റെയിൻലെസ്. ഹിസ് ഫാമിലി, ഹിസ് ഹൗസ്, ഹിസ് ഫുഡ് ആൻഡ് ഹിസ് എവരിതിങ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ സ്വഭാവം ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. ഉജ്ജ്വല മാതൃകയായിരുന്നു അവിടുത്തെ പ്രജകൾക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊണ്ടിരുന്നത്. കളങ്കമില്ലാത്തവരായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മാത്രമല്ല, അവർ പറഞ്ഞു വെക്കുന്നത് തൻ്റെ കുടുംബത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാവണം, അതുപോലെ ഒരു വഴിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യൻ എങ്ങനെയാവണം, ഭക്ഷണം കഴിക്കുമ്പോൾ അഥവാ വസ്ത്രം ധരിക്കുമ്പോൾ തുടങ്ങിയ മേഖലകളിൽ ഒരു മനുഷ്യൻ എങ്ങനെയാവണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. കേവലം നുബുവത്തിന് ശേഷം മാത്രമല്ല, നുബുവത്തിന് മുൻപും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരു കളങ്കം പോലും, ഒരു നെറികേട് പോലും സംഭവിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. നമുക്കറിയാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ വെച്ച് ശത്രുക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറുപ്പം മുതൽ അൽ അമീൻ, വിശ്വസ്തൻ എന്ന പേരിലായിരുന്നു പരിചയപ്പെടുത്തിയിരുന്നത്. മാത്രമല്ല, കേവലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏകദേശം 35 വയസ്സാകുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ഹജറുൽ അസ്വദ് അതിൻ്റെ യഥാസ്ഥാനത്ത് വെക്കാൻ വേണ്ടി അന്ന് മക്കയിലുള്ള പല വലിയ ഗോത്രക്കാരും അതിന് അർഹർ ഞാനാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗോത്രമാണ് അതിന് അർഹത ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അവിടെ വാക്കുതർക്കം ഉണ്ടായ സമയത്ത് ആരാർക്കും അത് വെക്കാൻ കഴിയാത്ത ഒരു സന്ദർഭത്തിലേക്ക് പിന്നീട് നീങ്ങിയപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇത്തിരി പ്രായം ചെന്ന ഒരാൾ നീച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, ഇനി ഈ കഅബയിലേക്ക്, ഈ പരിസരത്തേക്ക് ആരാണോ ആദ്യം കടന്നു വരുന്നത് അദ്ദേഹത്തെ കൊണ്ട് നമുക്കത് സ്ഥാപിക്കാം. അതേസമയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു അവിടേക്ക് കടന്നു വന്നത്. ഒരാൾക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ചെറുപ്പം മുതൽ കളവ് പറഞ്ഞതായി ഒരാൾക്കും പരിചയമില്ല. എന്ത് പറഞ്ഞാലും അതനുസരിച്ച് ചെയ്യുന്ന ഒരു വ്യക്തി, ഒരാളെയും ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല, ഒരാളെയും കളിയാക്കിയിട്ടില്ല. എന്തുകൊണ്ടും ചെറുപ്പം മുതൽ ഇന്ന് വരെ ഒരു ന്യൂനതയും കണ്ടുവരാത്തതും അൽ അമീൻ എന്ന വിശ്വസ്തത എന്ന അർത്ഥം വരുന്ന നാമം കൊണ്ട് ആ നാട്ടിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയായതുകൊണ്ട് ആർക്കും ഒരു തർക്കവും അതിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ്. മാത്രമല്ല, അന്ന് പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അനുഭവത്തിന് മുൻപാണിത് സംഭവം, അന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പുതപ്പ് കൊണ്ടുവരാൻ പറയുകയും
അതിലേക്ക് അജറുൽ അസ്വദ് വെച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഗോത്രക്കാരുടെയും ഓരോ തല പിടിച്ചുകൊണ്ട് അത് പൊക്കാൻ പറയുകയും അങ്ങനെ എല്ലാവരും ഉൾക്കൊള്ളുന്ന രീതിയിൽ എല്ലാവർക്കും സംതൃപ്തി കിട്ടുന്ന രൂപത്തിൽ അതിനെ യഥാസ്ഥാനത്തിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്തു. നോക്കൂ, എന്ത് നല്ല മാതൃകയാണ് നുബുവത്തിന് മുമ്പും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഹിഫ്ള് കൊണ്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. ആരൊക്കെയോ തെറ്റിദ്ധരിച്ചു പോയി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ദീനായ ഇസ്ലാം മതേതരത്വത്തിന് എതിരാണെന്ന്. എല്ലാ കൊല്ലവും റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ പല ആവർത്തി കേൾക്കുന്ന ഒരു കാര്യമാണ്, അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇതിലൊരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയൽവാസി മുസ്ലിം ആവണമെന്നോ അല്ലെങ്കിൽ തൻ്റെ ജാതി ആവണമെന്നോ പറഞ്ഞിട്ടില്ല. അയൽവാസി എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ എന്നാണ്. ഇത്തരത്തിൽ നോക്കുമ്പോൾ മതേതരത്വവും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എതിരല്ല എന്ന് മനസ്സിലാക്കാം. മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും അവിടുത്തെ കരുണ എത്രത്തോളമാണെന്ന്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ റഹ്മത്തായിട്ടല്ലാതെ അങ്ങയെ ഞാൻ അയച്ചിട്ടില്ല എന്ന് വെച്ചാൽ ലോകർക്ക് മുഴുവൻ റഹ്മത്തായിക്കൊണ്ടാണ് അങ്ങയെ ഞാൻ അയച്ചിരിക്കുന്നത്. ആ കരുണയല്ലേ ലോകത്തിൽ നിന്ന് മനുഷ്യരാവട്ടെ, മൃഗങ്ങളാവട്ടെ, പക്ഷികളാവട്ടെ, പ്രകൃതിയാവട്ടെ, ഇതിനോടെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും നീതിപൂർവമായ നീതിജനകമായ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ പെരുമാറ്റമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സമയത്ത് പിന്നെ അവിടെ വസിക്കുന്ന കാലത്ത് അൻസാരികളുടെ ഈത്തപ്പഴമനത്തിലേക്ക് കല്ലെറിയുന്ന ഒരു കുട്ടി അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇതാരെ കല്ലെറിയണമെന്ന് വ്യക്തമായിരുന്നില്ല കുറച്ചു കാലം. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇന്ന കുട്ടിയാണ് കല്ലെറിയുന്നതെന്ന് മനസ്സിലാവുകയും ആ കുട്ടിയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ അതിലേക്ക് കല്ലെറിഞ്ഞിരുന്നോ? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അത് ഞാൻ കല്ലെറിഞ്ഞിരുന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ചോദിച്ചു, എന്തിനാണ് കല്ലെറിഞ്ഞത്? അപ്പോൾ നിഷ്കളങ്കമായ ചെറിയ കുട്ടി പറഞ്ഞു, ഞാൻ ഈത്തപ്പഴം കിട്ടാൻ വേണ്ടി കല്ലെറിഞ്ഞതാ. ഇത് കേട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈത്തപ്പഴം നിലത്തും വീണ് കിടക്കാറില്ലേ പച്ചയായ പഴുത്തത്, എങ്കിൽ അത് എടുത്ത് ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉടമസ്ഥനോട് അത് നിങ്ങൾക്ക് പൊരുത്തമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിനെ ആ കുട്ടിക്ക് നല്ല രീതിയിൽ ഒരു മാതൃകയാക്കി ആ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ കഥ പിന്നീട് ആ കുട്ടി വലുതായി മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇത് മാത്രമല്ല നിരവധി പഠിക്കാനുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ക്ഷമ എന്നത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നിശ്ചലമായി കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആർക്കും അത്ര പെട്ടെന്ന് പിടിച്ചൊതുക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണ് യഥാർത്ഥത്തിൽ ക്ഷമ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട പിതൃവ്യനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, ഒരാളുടെ മുമ്പിലും അടിപതാത്ത ഹംസ റളിയല്ലാഹു അൻഹു എന്നായിരുന്നു ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി വിശേഷിപ്പിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹിമായത്ത് ചെയ്തുകൊണ്ട് പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ട് എപ്പോഴും നിൽക്കുന്ന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ ബദർ യുദ്ധം കഴിഞ്ഞ് ഉഹദ് യുദ്ധത്തിൻ്റെ സമയത്ത് മുന്നിൽ നിന്നൊരിക്കലും ആക്രമിക്കാൻ കഴിയില്ല, വധിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നിൽ നിന്ന് വഹ്ഷി എന്ന് പറയുന്ന ഒരു മജൂസിയും ഹിന്ദ് എന്ന് പറയുന്ന ഒരു സ്ത്രീയും ചേർന്ന് ആലോചിച്ച് തന്ത്രമെനിഞ്ഞ് പിന്നിൽ നിന്ന് ഊത്തുള്ളി കൊണ്ട് കുത്തി കൊല്ലുകയുണ്ടായി. കാലം കഴിഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രമേൽ വിഷമിച്ച ഒരു ഘട്ടമായിരുന്നു ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗം. മാത്രമല്ല ഈ ഹിന്ദ് എന്ന് പറയുന്ന സ്ത്രീ അവിടുന്ന് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിൻ്റെ കരൾ പറിച്ചെടുത്തുകൊണ്ട് കടിച്ചു തുപ്പുകയും ചെയ്തു എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം. അത്രയും ക്രൂരമായി തൻ്റെ പിതൃവ്യനെ കൊന്ന ഹിന്ദും അതുപോലെ വഹ്ഷിയും പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി. അന്നവരോട് ഇസ്ലാം നിങ്ങൾക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് എൻ്റെ പിതൃവ്യനെ നിങ്ങൾ അത്രയും ക്രൂരമായി കൊന്നതല്ലേ അല്ലെങ്കിൽ വധിച്ചതല്ലേ എന്നൊരു പക്ഷഭേദം അവിടെ കാണിച്ചില്ല. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് നയിക്കുകയായിരുന്നു.
മാത്രമല്ല പിന്നീട് വഹ്ശി മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകനെ ഇതിന് ബദലായിക്കൊണ്ട് അതേ ഊത്തുള്ളി കൊണ്ട് തന്നെ ഊതി വകവരുത്തിയെന്നും ചരിത്രത്തിൽ കാണാം. നോക്കൂ നിങ്ങൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജീവിച്ച ജീവിതം, അവിടുത്തെ ചലന നിശ്ചലങ്ങൾ മുഴുവൻ തൻ്റെ ഉമ്മത്തിനെ ഓർത്തിട്ടായിരുന്നു. എന്തിനേറെ പറയണം, അവസാനം വഫാത്താകുന്ന സമയത്ത്, അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാകുന്ന സമയത്ത് പോലും എൻ്റെ ഉമ്മത്തിൻ്റെ അവസ്ഥ എന്താകും, എൻ്റെ ഈ റൂഹ് പിടിക്കുന്ന വേദനയും അതുപോലെ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ആ ഉമ്മത്തിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ള വ്യാകുലത പിടിച്ചുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. ഇത്രത്തോളം ഒരു ഉമ്മത്തിനെ സ്നേഹിച്ച, അല്ലെങ്കിൽ തൻ്റെ പ്രജകളെ സ്നേഹിച്ച ഒരു രാജാവിനെയും കാണാൻ സാധിക്കുന്നതല്ല. അത്തരത്തിൽ നമ്മൾ സ്നേഹിച്ച, അത്രയും നാം കടപ്പെട്ട മറ്റൊരു വ്യക്തിയും മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുമില്ല, ഉണ്ടായിട്ടുമില്ല. അത്തരത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചും അതുപോലെ സ്നേഹിക്കാൻ നാം ഒരിക്കലും അർഹനല്ല, നമുക്കത് സാധിക്കുകയുമില്ല. എങ്കിലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമുക്ക് പ്രയോജനപ്പെടുത്താൻ ഇതുപോലത്തെ സദസ്സുകളും മൗലീദിൻ്റെ സദസ്സുകളും സലാത്ത് അധികരിപ്പിക്കലും അവിടുത്തെ മദ്ഹുകൾ ഓർക്കലും അവിടുത്തെ ചര്യ പിൻപറ്റലും ചെയ്തുകൊണ്ട് നമുക്ക് അത് പകരം കൊടുക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ, ഉപകാരമായി മാത്രം വന്ന മീമേ, ഉപദേശമോ സലാമിൻ കലാമേ, ഉപലോകവും വായ്ത്തു നബി കരീമേ സല്ലല്ലാഹു സല്ലല്ലാഹു അലാ സയ്യിദിനാ വസാഹിബിൽ മദീന സല്ലല്ലാഹു സല്ലല്ലാഹു അലാ സയ്യിദിനാ വസാഹിബിൽ മദീന. ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ, ഉപകാരമായി മാത്രം വന്ന മീമേ, ഉപദേശമോ സലാമിൻ കലാമേ, ഉപലോകവും വായ്ത്തു നബി കരീമേ. അങ്ങയെ എങ്ങനെ ചന്ദ്രനോടുപമിക്കും, തിങ്കളിൻ ചന്തവും തങ്ങളല്ലേ, അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യനും അവിടുത്തെ നൂറിന്നൊരൽപ്പമല്ലേ. അങ്ങയെ എങ്ങനെ ചന്ദ്രനോടുപമിക്കും, തിങ്കളിൻ ചന്തവും തങ്ങളല്ലേ, അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യൻ അവിടുത്തെ നൂറിന്നൊരൽപ്പമല്ലേ. സ്വർഗത്തിൻ സൗന്ദര്യം പോലും റസൂലിൻ പരിശുദ്ധിയിൽ നിന്നൊരംശമല്ലേ. പ്രപഞ്ചത്തിൻ പ്രഭയാകെ കടമെടുത്തല്ലോ ഹബീബേ അങ്ങയിൽ നിന്നും, ഹബീബേ അങ്ങയിൽ നിന്നും. സല്ലല്ലാഹു സല്ലല്ലാഹു അലാ സയ്യിദിനാ വസാഹിബിൽ മദീന സല്ലല്ലാഹു സല്ലല്ലാഹു അലാ സയ്യിദിനാ വസാഹിബിൽ മദീന. ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ, ഉപകാരമായി മാത്രം വന്ന മീമേ, ഉപദേശമോ സലാമിൻ കലാമേ, ഉപലോകവും വായ്ത്തു നബി കരീമേ. അമൂല്യമാണിക്ക മരതകരത്നങ്ങൾ അവിടുത്തെ ശോഭയിൽ ജ്വലിച്ചതല്ലേ. അനേകമാം അർവാഹും അംലാക്കും ജിൻസും അവിടുത്തെ മഹബത്തിൽ ലയിച്ചതല്ലേ. അമൂല്യമാണിക്ക മരതകരത്നങ്ങൾ അവിടുത്തെ ശോഭയിൽ ജ്വലിച്ചതല്ലേ.
അനേകമാം അർവാഹും അംലാക്കും ജിൻസിനും അവിടുത്തെ മഹബത്തിൽ ലയിച്ചതല്ലേ. കൽബിലും ലിസാനിലും ഐനിലും ഫിക്റിലും മഹബത്തിൽ ജ്വലിച്ചതല്ലേ. കൽബിലും ലിസാനിലും ഐനിലും ഫിക്റിലും മഹബത്തിൽ ലയിച്ചതല്ലേ. ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ ഉപകാരമായി മാത്രം വന്ന മീമേ. ഉപദേശമോ സലാമിൻ കലാമേ ഉപലോകവും വാഴ്ത്തു നബി കരീമേ. സല്ലല്ലാഹു സല്ലല്ലാഹു അലാ സയ്യിദിനാ വസാഹിബിൽ മദീന. സല്ലല്ലാഹു സല്ലല്ലാഹു അലാ സയ്യിദിനാ വസാഹിബിൽ മദീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിലേക്ക് പൂജാതനായിട്ട് 1500 വർഷത്തോളം ആയിരിക്കുകയാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ 4 തുറകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയുള്ള പാട്ടിലൂടെയും ദഫ് പ്രഭാഷണം എന്ന് മുതലായവകളിലൂടെയും വാനോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തുന്നുണ്ടാവാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖൈബർ യുദ്ധാന്തര വേളയിൽ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എന്തടിസ്ഥാനത്തിലാണ് നാം യുദ്ധം ചെയ്യുന്നതെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അസ്സബ്റു നിസ്ഫുൽ ഈമാൻ എന്ന് പറയുന്നത് പോലെ ക്ഷമ ഈമാൻ്റെ പകുതി എന്ന് പറഞ്ഞതുപോലെ ക്ഷമയോടെ നിങ്ങളോട് എതിരിടാൻ വരുന്ന എതിരാളികളോട് പറയണം, ഈ ലോകം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെയും ആരാധിക്കുവാനും അവൻ്റെ റസൂലായ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുവാനുമാണ് നാം ഓരോരുത്തരും ഈ ദുനിയാവിലേക്ക് എത്തിയിട്ടുള്ളതെന്ന് പറയുകയുണ്ടായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത് സർവ്വലോക കാരുണ്യവാൻ ആണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങൾക്ക് എന്നോ മറ്റു മതസ്ഥർക്ക് എന്നോ ജീവജാലങ്ങൾക്ക് എന്നോ ഒരു വ്യത്യാസവുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് പറയുകയുണ്ടായി. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന എന്ന് ഹദീസുകൾ കാണാം. മൻ അഹബ്ബ സുന്നത്തി, ആരെങ്കിലും എന്നെ സുന്നത്തിനെ ഇഷ്ടം വെച്ചാൽ വകാന അഹബ്ബനി, എന്നെ ഇഷ്ടം വെച്ചതുപോലെയാണ്. വമൻ അഹബ്ബനി, ആരെങ്കിലും എന്നെ ഇഷ്ടം വെച്ചാൽ കാന മഈ ഫിൽ ജന്ന, അവൻ നാളെ സുബറോഗ സ്വർഗത്തിൽ എന്നോടൊപ്പമാണ് എന്നാണ് ഇപ്പം പറയുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ആണാവട്ടെ പെണ്ണാവട്ടെ പല കോപ്രായങ്ങൾ കാട്ടുന്നുണ്ടെങ്കിലും അവരുടെ ഫാൻസ് എന്ന പേരിൽ അവരെ പിന്നാലെ നടക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ പിൻപറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഇന്ന് ജനാസയെ അനുഗമിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് അലി റളിയല്ലാഹു അൻഹു എണീച്ചെന്ന് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണീച്ചെന്ന് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ ഇന്ന് ജനാസയെ അനുഗമിച്ചിരുന്ന് പറയുകയുണ്ടായി. രണ്ടാമത്തേതും ചോദിച്ചു, ആരാണെന്ന് രോഗിയെ സന്ദർശിച്ചതെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോഴും അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണീച്ചെന്ന് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാനാണെന്ന് പറയുകയുണ്ടായി. മൂന്നാമത്തും അവിടുന്ന് ചോദിക്കുകയുണ്ടായി, ആരാണെന്ന് പട്ടിണി കിടക്കുന്നവർക്ക്, ഈ വയ്യരകിൽ പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം വാങ്ങി കൊടുത്തില്ലെന്ന് ആരാണെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോഴും ആ സ്വഹാബത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണീച്ചെന്ന് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാനാണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, മജ്തമഅന ഫിംലിഹിൻ ഇല്ലാ ദഖലൽ ജന്ന, മജ്തമഅന ഒരുമിച്ച് കൂടിയിട്ടില്ല, ഫിംലിഹിൻ ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടിയിട്ടില്ല, ഇല്ലാ ദഖലൽ ജന്ന സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചല്ല ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടിയിട്ടില്ല എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. നിങ്ങൾ നോക്കും മുഅ്മിനീങ്ങളെ, ഈ ചെറിയൊരു 3 പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ ചെറിയ 3 പ്രവർത്തനം ചെയ്താൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ചെറിയൊരു പ്രവർത്തനം നമ്മൾ ഏവർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു പ്രവർത്തനമാണ്. അത് നമ്മളുടെ ജീവിതത്തിൽ
നിത്യമാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ മുത്ത് മുത്തൊരു മുത്ത് മുത്താറ്റൽ നബി വന്നു മക്കത്ത്, ആദ്യം മുതിക്കൊണ്ടൊരു നൂറിൻ്റെ കിസ്സ പെരുത്തുണ്ട്, പാടാനേറെയുണ്ട്. ലോകത്തിനൊടുവില് വിധി വരുന്നൊരു നാളില് മോക്ഷത്തിൻ പാനം ചൊരിക്കുന്ന മുത്താറ്റൽ കനിവ്. ലോകത്തിനൊടുവില് വിധി വരുന്നൊരു നാളില് മോക്ഷത്തിൻ പാനം ചൊരിക്കുന്ന മുത്താറ്റൽ കനിവ്. മീമിൻ്റെ പൊരുളില് ഈമാൻ തേടി മനുജര്, ഈ ലോകത്തിൽ ശാന്തി നിറച്ച ഹബീബിൻ്റെ നാമത്തില് അറിയണമ തിരുനാളം ഉലകിൻ വെളിച്ചമേ. ആ മുത്ത് മുത്തൊരു മുത്ത് മുത്താറ്റൽ നബി വന്നു മക്കത്ത്, ആദ്യം മുതിക്കൊണ്ടൊരു നൂറിൻ്റെ കിസ്സ പെരുത്തുണ്ട്, പാടാനേറെയുണ്ട്. ഭൂവിൽ വിതച്ചു മുഹബത്ത്, ഭൂലോകം പടച്ചോൻ്റെ സത്ത്, കാലം കൊതിച്ചുള്ള ഇസ്സത്ത് നൽകിയ പൂമുത്ത്, ലോകത്തിന് റഹ്മത്ത്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. Dear teachers and my dear friends, today I would like to speak a few words about Muhammad Rasulullah sallallahu alaihi wasallam. Prophet Muhammad Rasulullah sallallahu alaihi wasallam born in Makkah in the year 570. He is the last messenger of Allah. He is called the seal of prophets. He sent guide pupils to the right path, the path of truth, kindness and justice. From his childhood he is known Al-Amin because he was honest and fair. He always speak the truth, never cheated anyone. When even pupils treated him badly, he forgave them. He showed patience, mercy and love to everyone. Prophet Muhammad Rasulullah sallallahu alaihi wasallam gave us the message of the Holy Quran. We can try to follow him and love him. I am stopping my words. Wahir da'wana alhamdulillahi rabbil alamin. Assalamu alaikum wa rahmatullahi wa barakatuh. Assalamu alaikum wa rahmatullahi wa barakatuh. മുത്തായ മുസ്തഫ തങ്ങൾ അന്തിയുറങ്ങും നേരത്ത്, മുത്താറ്റൽ നബിയെ വധിക്കാൻ ശത്രുവടഞ്ഞു ചാരത്ത്. സത്തായ ത്വാഹയുറങ്ങി പൊലിവർ സിദ്ദീഖോരത്ത്, അലിവിൻ്റെ ദൂതരുമങ്ങ് മക്ക വെടിഞ്ഞു മുന്നിട്ട്. മുത്തായ മുസ്തഫ തങ്ങൾ അന്തിയുറങ്ങും നേരത്ത്, മുത്താറ്റൽ നബിയെ വധിക്കാൻ ശത്രുവടഞ്ഞു ചാരത്ത്. സൂര്യനകത്തൊരുമിച്ച് കൂരിരുളിൽ മറയത്ത്, ഹക്കുടയോന്റെ കേട്ട് സുജൂദിൽ വീഴുന്നേ. സൂര്യനകത്തൊരുമിച്ച് കൂരിരുളിൽ മറയത്ത്, ഹക്കുടയോന്റെ കേട്ട് സുജൂദിൽ വീഴുന്നേ. കുരുന്നമാണ് പ്രാവുകളകിലും നബിയിൽ കോട്ടിനിരുന്ന്, ചിലമ്പി വീട് പണിഞ്ഞത് കണ്ട് കുറേശ്ശിയ വിട്ട് പിരിഞ്ഞ്, റാഗിമിൽ നബിയോടൊരു ചെയ്തിട്ട്. മുത്തായ മുസ്തഫ തങ്ങൾ അന്തിയുറങ്ങും നേരത്ത്, മുത്താറ്റൽ നബിയെ വധിക്കാൻ ശത്രുവടഞ്ഞു ചാരത്ത്. സത്തായ ത്വാഹയുറങ്ങി പൊലിവർ സിദ്ദീഖോരത്ത്, അലിവിൻ്റെ ദൂതരുമങ്ങ് മക്ക വെടിഞ്ഞു മുന്നിട്ട്.
മുസ്തഫ തങ്ങൾ അന്തിയുറങ്ങും നേരത്ത് മുത്താറ്റൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മോമിനീങ്ങളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സലാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിലേക്ക് വന്നിട്ട് 1500 ആണ്ടായിരിക്കുന്നു. ഇന്ന് നാം ഒന്നിച്ചു കൂടുന്ന ലോകത്തെ തന്നെ മാറ്റിമറിച്ച മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാണ്. നമുക്കറിയാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരുണയുള്ള ആളാണ്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചെറിയ ഹദീസ് ഞാൻ പറഞ്ഞു തരാം. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തോഫിൽ പ്രബോധനത്തിനായി പോയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പ്രസംഗം പറയുകയായിരുന്നു. അവിടുന്ന് അബൂജഹലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഭ്രാന്തനായ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലെടുത്തെറിയുകയാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചു, ഓ നബി തങ്ങളെ, ഞാൻ ഇവരുടെ മേത്തേക്ക് മല കൊണ്ട് വന്നിടട്ടെ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇടണം എന്നല്ല, ഇടരുത് എന്നാണ്. ഇവരിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാലോ എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ വിചാരിച്ചത്. അത്രക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഇസ്ലാമിനെ അത്രക്കും ഇതായി കാണുകയാണ്. ഒരു ചെറിയ ഹദീസും കൂടി ഞാൻ പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്താൻ. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 2 സ്വഹാബിയും കൂടി ഇങ്ങനെ നടന്നു പോകുകയായിരുന്നു. അപ്പോൾ വേറെ 2 സ്വഹാബുകൾ 2 കിളിയെ ഇങ്ങനെ എടുത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിളിയുടെയും മാനിൻ്റെയും നമ്മൾ കുറേ കഥ കേട്ടിട്ടില്ലേ, കുറേ ശബ്ദങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാൻ കഴിയും. അങ്ങനെ അമ്മക്കിളി ഇങ്ങനെ ചിറകിട്ടടിക്കുകയാണ്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, എൻ്റെ കിളിയെ ഒന്ന് തരുമോ? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ കുഞ്ഞിക്കിളിയെ അവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്ന്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 7 മുഅദ്ദിനിൽ ഒരാളാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാത്ത മദീന എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹു ഓടിപ്പോയതാണ്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹുവിൻ്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, ഓ ബിലാലെ, നിനക്കെന്നോട് വെറുപ്പാണോ? അപ്പോൾ ബിലാൽ റളിയല്ലാഹു പറഞ്ഞു, നബിയെ, എനിക്ക് നിങ്ങളില്ലാത്ത മദീന എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 കുട്ടികളുണ്ടായിരുന്നു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അവർ വന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, നബി തങ്ങൾ ഉണ്ടാകുമ്പോൾ കൊടുത്ത ബാങ്കൊന്ന് കൊടുക്കുമോ എന്ന് ചോദിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുക്കുക എന്ന് പറഞ്ഞു. വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ, നമ്മൾ മാത്രമല്ല സ്വഹാബത്ത് അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. വദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉദിച്ച നിലാബദ്റൊളിവ് സദാ ഉലകദിനൊരുഹിത പരമേകിഹുദ സാദര തീരും നൂറ് നബി സുഖസാര സഹാര താഹ നബി തരുളാണ് നിധി തരമൊഴുകിയ വരമേ തങ്ക നബി ആസുബദേശം ത്വയ്ബപതി സുമവാടിയിലാണ് ത്വാഹ നബി ഉദിച്ച നിരാവതിറൊളിവ് സദാ ഉലകദിനൊരുഹിത പരമേകിഹുദ സാദര തീരും നൂറ് നബി സുഖസാര സഹാര ത്വാഹ നബി തേഞ്ചൊലിക്കും പൂക്കനിക്കും മേലമധുരം ത്വഹ തേടിയെന്നും പാടിനാനും പാട്ടിലെല്ലാം ത്വഹ പഞ്ചവർണ്ണ പൈങ്കിളി തൻ പാട്ടിലും നബി പാൽ നിലാവായി പെയ്തിടും മഴയാ നബി പുഷ്യരാഗം ലംഘിടുന്ന ചേലിലും നബി പാലിലാവായി പെയ്തിടും മഴയാ നബി
ഉന്നതിയുള്ള സന്നിധിയാണ് മണ്ണിലെ മണിയറ മധുരിതറൗല ഉദിച്ച നിരാബതിറൊളിവ് സദാ ഉലകതിനൊരു ഹിത പരമേകിഹുദ സാദര തീരം നൂറ് നബി സുഖസാര സഹാര താഹ നബി. ആദിയോൻ്റെ ആദി വന്നു ആദമിനും മുമ്പേ ജ്യോതിമക്ക വാദിദിക്ക നീതിയോതി അന്ന് തൊട്ടിന്നോളമെല്ലാം ചൊല്ലിയ നബി പൊന്നു പോലെ മിന്നിടുന്ന പൂനബി പോന്നവായി പെയ്തിടുന്ന നബി പുഷ്യരാഗം ലംഘിടുന്ന ചേലിലും നബി. ഒന്നിരിയുള്ള സന്നിധിയാണ് മണ്ണിലെ മണിയറ മധുരിതറൗല ഉദിച്ച നിരാബതിറൊളിവ് സദാ ഉലകതിനൊരു ഹിത പരമേകിഹുദ സാദര തീരം നൂറ് നബി സുഖസാര സഹാര താഹ നബി. അസ്സലാമു അലൈക്കും. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. Respected teachers and dear listeners, I would like to speak about the topic Muslims' grace, the role of Iman. I tell my God, Alhamdulillah, ala kulli hal, in this golden opportunity. Dear brothers, please check out the lives of lives. How many enemies there warm thrashed Muslims they controlled in those days. Dear Muslim brothers, Abu Bakr Siddiq radhiyallahu anhu is not fat and stalwart. He was thin and slim. Abu Bakr Siddiq radhiyallahu anhu was Abu Bakr Siddiq radhiyallahu anhu's Iman, trust. I stopped my speech. Assalamualaikum warahmatullahi ta'ala wabarakatuh. കൽബിലണഞ്ഞോടെ ഹബീബൻ കനവിൽ വന്നോടെ കരൾ പറിച്ചു തരാം നസീബ് സ്വീകരിച്ചോടെ കൽബിലണഞ്ഞോടെ ഹബീബ് കനവിൽ വന്നോടെ കരൾ പറിച്ചു തരാം നസീബ് സ്വീകരിച്ചോടെ കാത്തു കിടക്കാം ഞാൻ കനിയെ കനവിൽ വന്നോടെ ഇന്നീ രാവിൽ വന്നോടെ എൻ്റെ കൽബിലണഞ്ഞോടെ കൽബിലണഞ്ഞോടെ ഹബീബൻ കനവിൽ വന്നോടെ കരൾ പറിച്ചു തരാം നസീബ് സ്വീകരിച്ചോടെ മദീന മുനവ്വറ കനീവിൻ കലവറ മനസ്സിൻ്റെ ഉള്ളറ കൊതിക്കും മണിയറ യാ സയ്യിദൽ വറ മീസ്കും വ അംബറ മുത്തേണം ജൗഹറ വിളിക്കൂ ഖൈറൽ വറ എൻ്റെ പ്രണയം അങ്ങോടാൻ വൈകാതൊന്ന് വിളിച്ചിടണേ എന്നോടുള്ള പിണക്കം മാറ്റി എൻ കരളിൽ കുളിരേകിടണേ കൽബിലണഞ്ഞോടെ ഹബീബൻ കനവിൽ വന്നോടെ കരൾ പറിച്ചു തരാം നസീബ് സ്വീകരിച്ചൂടെ പുന്നാര പൂമുഖം കണ്ടവരെല്ലാരും നേടിവെച്ചല്ലോ ഭാഗ്യം ഞാനെന്തൊരു ശൂന്യൻ എത്ര കാലം പിന്നിട്ടു എൻ്റെ ഈ ജീവിതം ഒന്നാമുഖം കാണാൻ ഇല്ല നിയോഗം എൻ്റെ അനുരാഗം ഇശൽ മഴയായി റൗളയിൽ കേൾക്കാറുണ്ടല്ലോ എന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ലോക നേതാവായ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുത്തെ 1500-ാം ആഘോഷത്തിൽ ഈ സുവിധത്തിൽ ഹബീബായ തങ്ങളെക്കുറിച്ച് തങ്ങളെക്കുറിച്ച് സ്മരിക്കാൻ നാം ഇവിടെ ഒരുമിച്ച് കൂടിയ പോലെ അള്ളാഹു അവൻ്റെ ജന്നാത്തുൻ നഈമിലും നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഈ മാസത്തിൽ, ഈ ദിവസത്തിൽ പ്രത്യേകമായും നാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ മഹബത്ത് വെച്ച് അവിടത്തേക്ക് അടുക്കാം എന്നതിനെക്കുറിച്ച് പഠിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യൽ വളരെ അത്യാവശ്യകരമാണ്. മഹബത്ത് അഥവാ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മാതാപിതാക്കൾ കുട്ടികളെ സ്നേഹിക്കുന്നത് പോലെ, കുട്ടികൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പോലെ, സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നവരെ കുടുംബങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഹബീബായ സയ്യിദുനാ വജൂദ് സയ്യിദുൽ വജൂദ് സയ്യിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. സൂറത്തുൽ അഹ്സാബിൽ 6-ാമത്തെ ആയത്ത് കാണാം, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക് അവരുടെ ശരീരത്തേക്കാൾ ഏറ്റവും അടുത്തത്, അതായത് ഏറ്റവും ബന്ധമുള്ളത് ഹബീബായ തങ്ങളെയാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബു ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഒരുത്തൻ അവൻ്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റു മനുഷ്യരെക്കാളും കൂടുതൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിക്കുന്നത് വരെ അവൻ യഥാർത്ഥ വിശ്വാസിയാകുന്നില്ലെന്ന്. ഒരു സവിധത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറയുന്നു, ഞാൻ എൻ്റെ നഫ്സല്ലാത്ത എല്ലാ ഒന്നിനേക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുക്കുന്നു, നീ നിന്റെ നഫ്സിനേക്കാൾ എന്നെ സ്നേഹിക്കുന്നവരെ നീ പൂർണ്ണ വിശ്വാസിയാവുകയില്ലെന്നും. തുടർന്ന് ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം നഫ്സിനേക്കാൾ ഹബീബായ തങ്ങളെ പ്രണയിക്കുന്നെന്ന് പറയുകയും അങ്ങനെ പൂർണ്ണ വിശ്വാസിയാവുകയും ഉണ്ടായി. അതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ 2-ാമത്തെ ഖലീഫയാണ്. അവിടത്തേക്ക് സിദ്ദീഖ് എന്ന പേര് ലഭിക്കാൻ തന്നെ കാരണം പറഞ്ഞവിടെ മഹാന്മാർ പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മെഹ്റാജ് കഴിഞ്ഞ് പിറ്റേ ദിവസം എല്ലാവരോടും തലേ ദിവസം ഉണ്ടായ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും കളവാണെന്നും എന്തിനെതിരെ കാഫിറായി പോവുക വരെ ചെയ്തു. ആ സമയത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതറിഞ്ഞപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണെന്ന് അറിഞ്ഞപ്പോൾ, അത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അത് സത്യമാണെന്നതിൽ എനിക്കൊരു സംശയമില്ല എന്ന് പറയുകയുണ്ടായി. അങ്ങനത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി സ്വന്തം അവിടെ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളും മറ്റു മറക്കാൻ ഉപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങൾ വെച്ച് അവിടുത്തെ പൊത്തുകളും മാളങ്ങളും എല്ലാം അടച്ചുപൂട്ടുകയുണ്ടായി. അതിൽ ഒന്ന് മാത്രം പൂട്ടാൻ ഒരു നിവർത്തിയും ഉണ്ടായിരുന്നില്ല. അവസാനം മഹാനവറുകൾ അവിടുത്തെ കാല് വെച്ചുകൊണ്ട് അത് അടച്ചു പിടിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവറുകളുടെ മടിയിൽ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ആ പൊത്തിൽ നിന്നൊരു സർപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിലേക്ക് കടിക്കുകയുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വേദന കൊണ്ട് പുളഞ്ഞു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസം വരാതിരിക്കാൻ അവിടുന്ന് ശരീരം അനങ്ങുകയോ മറ്റുമൊന്നും ചെയ്തില്ലായിരുന്നു. വേദനയുടെ കാഠിന്യത്തിലാണ് മഹാനവറുകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊറ്റുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണരുന്നത്. അത്തരത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത മദീനയിൽ എനിക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, നബി തങ്ങളുടെ മദീന വിട്ട് എനിക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ പല രൂപത്തിൽ പല രീതിയിൽ ഉള്ള ഈ മഹബത്ത്, അത് എത്ര മഹബത്ത് വെച്ചാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്ത് വെച്ച് പൂർത്തിയാവുന്നില്ല.
അള്ളാഹുവിൻ്റെ സവിധത്തിൽ പോയപ്പോൾ പോലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഉമ്മത്തായ നമ്മെ ഓർത്തു. അള്ളാഹു സലാം പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ തിരിച്ചു പറയുന്നത് അസ്സലാമു അലൈനാ വ അലാ ഇബാദിക സ്വാലിഹീൻ. അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ആ സമയത്ത് പോലും ഓർത്ത നബി. വഫാത്താകുന്ന നേരത്ത്, അസ്രായിൽ റൂഹ് പിടിക്കുന്ന നേരത്ത് ഉമ്മത്തി എന്ന് വിളിച്ചു കരഞ്ഞ നബിയെ എത്ര സ്നേഹിച്ചാലാണ്, എത്ര മഹബത്ത് വെച്ചാലാണ് അതിൻ്റെ ഒരു അംശമെങ്കിലും ആവുക. ഇത്തരത്തിൽ മഹബത്ത് വെക്കാനും അവരെ പോലെ ഒന്നും മഹബത്ത് വെക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും സ്വലാത്ത് തുടങ്ങിയവ ചൊല്ലിക്കൊണ്ട് നമ്മൾ ഹബീബായ തങ്ങളോട് മഹബത്ത് വെക്കുകയും അവിടത്തോട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.